ഭരതനാട്യം 2 മോഹിനിയാട്ടം തിയേറ്ററിൽ പോയി കണ്ടു. ഒരു രക്ഷയില്ല. ഒരു ഡാർക്ക് കോമഡി മൂവീസ് ഇഷ്ടപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ മസ്റ്റ് ആയിട്ട് പോയി കാണേണ്ട ഒരു സിനിമയാണ്. സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഫുൾ എൻഗേജിങ്, ടോട്ടലി വർത്ത് വാച്ച് ആയിട്ടുള്ള ഒരു മൂവിയാണിത്. സൈഡിലെ ഡാർക്ക് പരിപാടികൾ നടക്കുന്നതിന്റെ ഇടയിലും കോമഡി നന്നായിട്ട് ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് ഒരു നോർമൽ രീതിയിൽ ചെറിയ തമാശകളോടെ സ്മൂത്ത് ആയിട്ട് ആ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാണ്. പക്ഷേ സെക്കൻഡ് ഹാഫിലൂടെ കടക്കുമ്പോൾ പടം അങ്ങോട്ട് ലെവൽ അങ്ങ് മാറും. അവിടെ നിന്നാണ് റിയൽ ആയിട്ടുള്ള സ്റ്റോറി തുടങ്ങുന്ന. ഒരു രക്ഷയില്ല, പക്ക കിടിലം എക്സ്പീരിയൻസ് ആയിരുന്നു. കൃഷ്ണദാസ് മുരളിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. കിടിലനായിട്ട് തന്നെ പടം എടുത്തു വെച്ചിട്ടുണ്ട്. സിനിമയുടെ മെയിൻ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിലെ എല്ലാ ആക്ടേഴ്സിന്റെയും പെർഫോമൻസ് തന്നെയാണ്. സൈജുവിന് അത് പൂർണ്ണമായിട്ടും ഒരു മെയിൻ റോള് തന്നെയാണ്. ആ ഒരു എക്സ്പ്രഷനും ടൈമിങ്ങും എല്ലാം വളരെ കിടിലായിട്ടുണ്ട്. നാച്ചുറൽ ആയിട്ട് നമുക്ക് രസകരമായി ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് തോന്നും. അതുപോലെ സൈജു മാത്രമല്ല, മറ്റുള്ളവരുടെ എല്ലാവരുടെ അഭിനയവും സൂപ്പർ ആയിരുന്നു. എല്ലാവരും വളരെ നാച്ചുറൽ ആയിട്ട് ടൈമിങ്ങിന് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഓവർ ആക്ടിങ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരു അരോചകം വരുന്ന രീതിയിലൊന്നും ആരുടെയും അഭിനയത്തിൽ തോന്നിയിട്ടില്ല. അത്രയ്ക്ക് നന്നായിരുന്നു. സുരാജ് വെഞ്ഞാറമൂട്, ജഗദീഷ്, കലാരഞ്ജിനി ഇവരൊന്നും ഒരു രക്ഷയില്ലായിരുന്നു. അത്രയും നല്ല എക്സ്പ്രഷൻസ് ആയിരുന്നു. അതായത് അഭിനയത്തിനേക്കാൾ ഉപരി അഭിനയം തന്നെയാണ് എക്സ്പ്രഷൻസ്. എന്നാലും അവരുടെ ആ ഓരോരോ ടൈമിങ്ങിലുള്ള എക്സ്പ്രഷൻസും ആ ഒരു അവസ്ഥയിൽ അവർ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ, അതാണ് ഡാർക്ക് കോമഡി ആയിട്ട് ഇതിനകത്ത് നമുക്ക് വരുന്നത്. ഭരതനാട്യം സിനിമ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിനകത്ത് പുതിയൊരു കഥാപാത്രം വരുന്നുണ്ട്. ബേബി ജീൻ ചെയ്തു വെച്ചിരിക്കുന്ന സുഭാഷ് എന്ന കഥാപാത്രം. എൻ്റെ മോനെ, ഒരു രക്ഷയില്ല. ആ ഒരു പുള്ളിക്കാരൻ ശരിക്കും നമുക്ക് അത്രയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. ആദ്യമൊക്കെ നമുക്കൊരു വില്ലനിസമൊക്കെ തോന്നുമെങ്കിലും പിന്നെ നമുക്ക് ആളെ ഇഷ്ടപ്പെട്ട് തുടങ്ങും ചെറുതായിട്ടൊക്കെ. അത്രയ്ക്കും വളരെ നല്ല ഒരു കോമഡി വർക്കൗട്ട് ചെയ്തിട്ടുള്ള, എന്നാൽ വില്ലൻ കഥാപാത്രവും കോമഡിയും രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഇമോഷൻസ് ആണ് തോന്നുന്നത്. അതെനിക്ക് വളരെ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രമായിട്ട് തോന്നി. ഓവറോൾ ഇറ്റ്സ് വെരി ഗുഡ് മൂവി.